വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേറ്റ് നാസിമാണ്. വൺ പ്ലസിന്റെ ഭാഗത്ത് നിന്ന് വൺ പ്ലസ് 12 വന്നിരിക്കുകയാണ്. വമ്പൻ അപ്ഡേഷൻ ആണ് ഇത്തവണ ഈ ഒരു മൊബൈൽ ഫോണിൽ വൺ പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വൺ പ്ലസ് 11 അപേക്ഷിച്ച് വന്നിരിക്കുന്നത്, പ്രൈസ്, സ്പെസിഫിക്കേഷൻ, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. വൺ പ്ലസ് 12 ഈ ഒരു ഡിസൈൻ ബേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെയുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ വെയിറ്റ് ലേശം കൂടിയിട്ടുണ്ട്. 220 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. വെയിറ്റ് കൂടാനുള്ള കാരണം മറ്റൊന്നുമല്ല, ബാറ്ററിയിൽ നല്ല രീതിയിലുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്താണ് ബാറ്ററിയിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ബോഡിയിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തും ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിം ആണ് ഇത്തവണ ഈ ഒരു മൊബൈൽ ഫോണിൽ വൺ പ്ലസ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.82 ഇഞ്ചിന്റെ ഒരു LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ആണ്, HDR+ സപ്പോർട്ട് ആണ്, 4500 mAh പീക്ക് ബ്രൈറ്റ്നസ് ആണ് വൺ പ്ലസ് 12 വന്നിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും വൺ പ്ലസ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോസസർ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 4 നാനോമീറ്റർ പ്രോസസർ ആണ് വരുന്നത്. Android 14 ഈ ഒരു മൊബൈൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്നത്. വൺ പ്ലസിന്റെ സ്വന്തം OS ആയിട്ടുള്ള ഓക്സിജൻ OS തന്നെയാണ് ഇത്തവണയും വൺ പ്ലസ് 12 ഇറങ്ങിയിരിക്കുന്നത്. വൺ പ്ലസ് ഇത്തവണ 4 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനും അതേപോലെ തന്നെ 5 കൊല്ലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേഷനും വൺ പ്ലസ് 12 നമുക്ക് തരുന്നുണ്ട്. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 8GB അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 12256 ഇത്തവണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 512 വരുന്നുണ്ട്, 1TB വരുന്നുണ്ട്, 24 1TB വരുന്നുണ്ട്. മെമ്മറിയുടെ ഭാഗത്ത് നോക്കി കഴിയുകയാണെങ്കിൽ നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ് നമുക്ക് വൺ പ്ലസ് തന്നിരിക്കുന്നത്. വൺ പ്ലസ് 12 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ് മറ്റൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. ഇതിൽ OIS-ഉം EIS സപ്പോർട്ട് ഉണ്ട്. ഡോൾബി വിഷനിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇത് വൺ പ്ലസ് 12 എന്ന് പറയുന്ന ഈ ഒരു മൊബൈലിന്റെ സെൻസർ കൊടുത്തിരിക്കുന്നത് സോണിയുടെ സെൻസർ ആണ്. 8K നമുക്ക് 24 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 180 420 FPS ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത് 64 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത്. ഈ ഒരു 64 മെഗാ പിക്സലിന്റെ ക്യാമറയ്ക്കും സോണി തന്നെയാണ് സെൻസർ നൽകിയിരിക്കുന്ന പ്രത്യേകതയും ഇത്തവണ വൺ പ്ലസ് 12 വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ അവസാനത്തെ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ്. 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് 4K നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാനും വൺ പ്ലസ് 12 പറ്റുന്നുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള വൺ പ്ലസ് സീരീസിൽ 5000 mAh ആയിരുന്നു ബാറ്ററി കപ്പാസിറ്റി തന്നുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ വൺ പ്ലസ് 12 വന്നു കഴിഞ്ഞപ്പോൾ 5400 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ഈ ഒരു 5400 mAh ചാർജ് ചെയ്യാൻ വേണ്ടി 100 വാട്ടിന്റെ ചാർജർ സപ്പോർട്ടാണ് വൺ പ്ലസ് 12 വരുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 50 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 10 വാട്ടിന്റെ ഒരു റിവേഴ്സ് ചാർജിങ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വൺ പ്ലസ് സീരീസിലെ ഇത്തരത്തിലുള്ള ബാറ്ററിയിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. വയർലെസ് ചാർജും റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും ഇത്തവണ വൺ പ്ലസ് 12 കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു 5400 mAh ബാറ്ററി നിങ്ങൾക്ക് ഫുൾ ആക്കുവാൻ വേണ്ടി 26 മിനിറ്റ് മാത്രം മതി എന്നാണ് അഡ്വർടൈസ്മെന്റിൽ വൺ പ്ലസ് പറയുന്നത്. 50 വാട്ടിന്റെ വയർലെസ് ചാർജ് ഉപയോഗിച്ച് 55 മിനിറ്റ് കൊണ്ട് 5400 mAh 100% ആകുമെന്നും അഡ്വർടൈസ്മെന്റിൽ വൺ പ്ലസ് 12 നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ വിവരങ്ങളിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഏകദേശം 64,999 രൂപയാണ് ഈ ഒരു മൊബൈലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നാണ് അറിയാൻ സാധിച്ചത്. വൺ പ്ലസിന്റെ ഇറങ്ങിപ്പോയിട്ടുള്ള സീരീസിനെ അപേക്ഷിച്ച് വൺ പ്ലസ് 12 വന്നു കഴിയുമ്പോഴുള്ള വമ്പൻ അപ്ഡേഷൻസുമായിട്ടാണ് ഇത്തവണ വൺ പ്ലസ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും വൺ പ്ലസ് ഫാൻസിന് നല്ല അപ്ഡേഷൻസോട് കൂടി ഒരു നല്ല മൊബൈൽ ഫോൺ ആയിരിക്കും ഇത്തവണ കിട്ടാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.